കണവ അല്ലെങ്കിൽ കൂന്തൽ ഇഷ്ടമില്ലാത്തതായിട്ട് ആരും തന്നെ കാണില്ല. അപ്പം നമുക്കിന്നൊരു കണവത്തോരൻ്റെ റെസിപ്പി കണ്ടാലോ. അതിനായിട്ട് അടുപ്പത്ത് പാൻ വെച്ച് പാൻ ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തണുപ്പായെന്നിട്ട് ഇങ്ങനെ കട്ടയായിട്ടിരിക്കണം. അതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോളയ്ക്ക് പകരം ചെറിയുള്ളിയാണ് നല്ലത്, പക്ഷേ എൻ്റെ കയ്യിൽ അധികം ഇല്ലായിരുന്നു. അങ്ങനെ സവോള നല്ലപോലെ വാടുന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ചെറുതായി കട്ട് ചെയ്ത കണവ പാനിലേക്ക് ഇട്ടിട്ട് ഈ സവോള ഉണ്ടല്ലോ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടിയും കൂടി ഇട്ട് യോജിപ്പിച്ചെടുക്കുക. ഉപ്പ് ഞാൻ ലാസ്റ്റ് ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഈ ഒരു സവോളയുടെ ഈ ഒരു മിക്സും കണവയും കൂടെ ഒരുമിച്ച് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ആദ്യം തന്നെ യോജിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പൊടികളൊക്കെ കണവയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുക, അപ്പോൾ നല്ലപോലെ മിക്സ് ആയി കിട്ടില്ല. ഇനി ഇതൊരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. വെള്ളം ഒന്നും അഡീഷണൽ ചേർക്കേണ്ട. കണവ വേകുമ്പോൾ വെള്ളം തനിയെ വരും കേട്ടോ. പക്ഷേ നമുക്ക് തോരനായതുകൊണ്ട് ഡ്രൈ ആയി കിട്ടണമല്ലോ, അതുകൊണ്ട് 5 മിനിറ്റ് കൂടെ അടച്ച് വെച്ച് വേവിച്ചത് ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് തേങ്ങയുടെ ആ ഒരു കൂട്ടി ചേർക്കാം. തേങ്ങയുടെ കൂടത്തിൽ ഞാൻ മഞ്ഞൾപ്പൊടി, എന്താ പറയുക, ജീരകം, പച്ചമുളക്, കറിവേപ്പില എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ചെറിയുള്ളിയും കൂടെ ചേർത്താണ് ഒതുക്കിയെടുത്തത്. ഇനി ഇത് ചേർത്തിട്ട് 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ തോരൻ റെഡി ആയിട്ടോ. ഇനി ലാസ്റ്റ് ഞാൻ ഉപ്പ് ചേർക്കും, കാരണം ഞാൻ ആ തേങ്ങയുടെ മിക്സിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട്, പിന്നെ എൻ്റെ ഒരു ഫേവററ്റ് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്ന കേട്ടോ. പിന്നെ ലാസ്റ്റ് രണ്ട് കറിവേപ്പിലയും കൂടെ വെച്ച് അടച്ച് വെച്ച് തുറന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എൻ്റെ പൊന്നു മക്കളെ, നമ്മുടെ കിടിലൻ കണവത്തോരൻ റെഡി. അപ്പോൾ പോട്ടെ, ബൈ.